നമസ്കാരം. വീണ്ടും ഞങ്ങൾ ഇന്ന് വന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ഒന്ന് തമിഴ്നാട് നമ്മുടെ അടിച്ച് CM പുള്ളിക്ക് ഇങ്ങനെ ഇലക്ഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പുള്ളി CM ആവുമെന്ന് അറിഞ്ഞത് ഞങ്ങൾ കുറച്ചുപേര് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. പുള്ളി ആയി പിന്നെ എന്തായാലും ജയിക്കുമെന്ന് പറഞ്ഞതല്ലോ. 110 സീറ്റൊന്നും കിട്ടൂലെന്ന് ഉറപ്പാണെന്ന്, 102 അടുപ്പിച്ച് കിട്ടുമെന്ന് ഉറപ്പായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്താ നടന്നു, അടിച്ചു, CM ആയി. ഇനി അടുത്ത പ്രസിഡന്റ് ആവുന്നപ്പോഴും നീ എന്ന് പറഞ്ഞായിരുന്നല്ലോ, അതും ആവൂലോ? ആവില്ല, അത്രയ്ക്കൊന്നും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാറായിട്ടില്ല. എന്നാലും സംഗതി അടിപൊളിയായി. അത് മാത്രമല്ലേ, അവരുടെ നാട്ടിൽ തന്നെ ഇവിടെ നടന്നോട്ടെ, അതുപോട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന അപരാധത്തിന്റെ പടച്ചവൻ എന്നൊക്കെയാ പടച്ചോടുന്നത്. പിള്ളേരെ നമ്മുടെ ജനറേഷനിലെ നിങ്ങളെന്ന് പറഞ്ഞാൽ തമിഴ്നാട് പോലും നമ്മുടെ ജനറേഷൻ, ഈ ജനറേഷൻ എല്ലാം കൂടെ എന്നാ പറഞ്ഞു പിടിച്ച് അങ്ങനെ ഒരു നല്ല ആളെ കയറ്റി. നമ്മൾ വീണ്ടും ഇങ്ങനെ ഓരോരുത്തന്മാരെ പിടിച്ച് കയറ്റുന്നു, റോഡിൽ കൂടെ ഉരുളുന്നു, ഒരുത്തനെ ജയിപ്പിക്കാൻ. അല്ല, ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞിട്ടും അതിന് 3 അവന്മാരെ 6 സീറ്റായിരിക്കുമെന്നാണ് അവന്മാർക്ക് പ്രശ്നം. ഒരു ഒത്തൊരുമയില്ലാത്ത കുറെ കൂട്ടങ്ങള്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. ഞാൻ ദുബായിലാ ഇത് നടക്കുന്നതെങ്കിലുണ്ടല്ലോ, ചാട്ടവാറിനടിച്ച അവന്മാരെ വെളിയിൽ തള്ളിയാണ്. പിന്നെ നാടിനെ കുറ്റം പറയുന്നല്ല കേട്ടോ. നാട്ടിലെന്നെ എൻ്റെ വീട്ടുകാര്, ഇവന്റെ വീട്ടുകാര്, ഫാമിലി, എൻ്റെ ലവ്വർ എല്ലാവരും, ഇവന്റെ ലവ്വർ എല്ലാവരും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നാട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം കൊള്ളത്തില്ല. ഞാൻ ഒരു കാര്യം പറയും, പിണറായി വിജയനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറയുന്നൊന്നുമല്ല. പക്ഷെ പുള്ളി ഉണ്ടായിരുന്നപ്പോ പുള്ളി ഉണ്ടായിരുന്നപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നെ പാർട്ടിക്ക് ഇതിനു വേണ്ടി അടി കൂടല്, ഇത് നമ്മൾ കാണുന്നില്ലാത്തതായിരിക്കും. പക്ഷെ ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഈ ദുബായൊക്കെ എന്നാ അടിപൊളിയാണെന്നറിയോ? ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്നാന്നറിയോ? ദുബായ് വന്നിട്ടും രക്ഷപ്പെട്ടില്ലെന്ന്. അത് ഞങ്ങളുടെ കഴപ്പ് കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെടാത്തത്. രക്ഷപ്പെടണമെന്ന് ഓർത്ത് ഈ ദുബായി കയറുന്ന ഒറ്റ ഒന്നും രക്ഷപ്പെടാതെ നാട്ടിൽ പോകല. ജീവിക്കണമെങ്കിൽ സുഖമായിട്ട് ജീവിക്കും. ഇവിടെയാണ് മോനെ, ഇവിടെ സ്വർഗമാണ്. ദുബായ് ഒറ്റ വാക്കി പറയണമെന്നുണ്ടെങ്കിൽ സ്വർഗം. ഇതേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഞങ്ങൾ ഇന്നുകൊണ്ട് ഇത് എന്നാ വീഡിയോ നിർത്തുന്നല്ല, ഈ പാർട്ടി കാര്യങ്ങൾ ഇത് കണ്ട് ചിരിച്ചിരിച്ച് മടുത്തു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെറുപ്പത്തിൽ പോഗോ, ചുട്ടി TV, CN ഇതിനകത്തൊക്കെ നമുക്ക് ചിരിക്കാനുള്ള ഇതിനകത്തൊക്കെ നമുക്ക് ചിരിക്കാനുള്ളതായിരുന്നു. ഇപ്പൊ നമ്മുടെ വെച്ചാൽ മതി, പിള്ളേര് തന്നെ ചിരിച്ചോളും. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് മനുഷ്യന്മാര് ചുമ്മാ കാർട്ടൂൺ കഥാപാത്രമായിട്ട് ചുമ്മാ നടക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇതേ പറയാനുള്ളൂ. അപ്പൊ ശരി, റെഡി.